എന്തെങ്കിലും ഒരു വിഷമം നമുക്കുണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്നെ ഒന്ന് ഇപ്പം പെട്ടെന്ന് ഒന്ന് ഇൻസ്പയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു സുഹൃത്തുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് ഗുണം ചെയ്തേനെ എന്ന് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ മിക്ക ആളുകൾക്കും ആ വേണ്ടി വരുന്ന അവസരത്തിൽ അങ്ങനെ ഒരു വ്യക്തിയൊന്നും ഉണ്ടാവാറില്ല. ചില ആളുകൾ ഒരു കാര്യം ചെയ്യാറുണ്ട്, പെട്ടെന്ന് ഫോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പ്യൂട്ടറിലോ ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള സ്പീച്ചോ കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. അത് അപൂർവം ചില ആളുകൾ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പം അതിന് പകരമായിട്ട് നമുക്ക് സെൽഫ് മോട്ടിവേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, ഒരുപാട് വർഷങ്ങൾ മുമ്പ് ജപ്പാനിലെ മിക്ക വീടുകളിലും സൂക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ്. ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വേറൊന്നുമല്ല, ഒരു നല്ലൊരു പെയിന്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രസിദ്ധനായ ഒരു വ്യക്തി പറഞ്ഞ വലിയൊരു എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം, ഒരു കൊട്ടേഷൻ ആയിരിക്കാം, ഒരു കോട്ടായിരിക്കാം. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ വീട്ടിൽ നമുക്ക് കാണുന്ന രീതിയിൽ ഭിത്തിയിൽ തൂക്കിയിടാനായിട്ടാണ് പറയുന്നത്. ഇനി വളരെ വില കൂടിയ ഒരു പെയിന്റിങ്ങോ ഒന്നും ആവണം നിർബന്ധമൊന്നുമില്ല. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും രീതിയിൽ നമുക്കൊരു പ്രചോദനം ഉണ്ടാകണം. അങ്ങനെയുള്ളൊരു എന്തു കാര്യം വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാം എന്നാണ് പറയുന്നത്. അത് വേറൊന്നുമല്ല, നമുക്ക് ആ ഒരു നമ്മുടെ വീടുകളിലാണല്ലോ നമ്മൾ പലപ്പോഴും സമയം കൂടുതലായിട്ട് ചെലവഴിക്കുന്നത്. അപ്പം നമ്മൾ ഇരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ലിവിങ് റൂം ആകാം, നമ്മുടെ പേഴ്സണൽ റൂം ആയിരിക്കാം, ബെഡ്റൂം ആയിരിക്കാം, എവിടെയാണെങ്കിലും നമുക്ക് മനസ്സിന് സുഖം തോന്നുന്ന, കണ്ടാൽ നമുക്ക് പെട്ടെന്ന് സന്തോഷം തോന്നിക്കുന്ന എന്തെങ്കിലും ഒരു കാഴ്ച നമ്മുടെ വീട്ടിലുണ്ടാവണം. ഇനി വീട്ടിൽ മാത്രമല്ല, നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിൽ പോലും വീട്ടിലെ പോലെ നമുക്ക് വളരെ വിശദമായിട്ട് ചിലപ്പോൾ നമുക്ക് തൂക്കിയിടാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. എന്നാലും ചെറിയ രീതിയിലാണെങ്കിലും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള, നമ്മളെ സന്തോഷം തരുന്ന എന്തെങ്കിലും ഒരു കാര്യം എവിടെയെങ്കിലും നമ്മളൊന്ന് കാണുന്ന രീതിയിൽ വയ്ക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഈ വാക്കുകൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വളരെയധികം ശക്തി ഉണ്ടെന്നുള്ളതാണ് സത്യം. അല്ലേ? നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തി വന്നിട്ട് നമ്മുടെ തോള തട്ടിയിട്ട് സാരമില്ല, ഇതൊക്കെ ശരിയാവും, ഒന്നുമല്ല, ഈ സംഭവിച്ചതൊന്നുമല്ല, ഇനി വരാനിരിക്കുന്നതാണ് ശരിക്കും ജീവിതം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന അതേ സന്തോഷം തന്നെ ഈ രീതിയിലുള്ള ഒരു സെൽഫ് മോട്ടിവേഷനിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. പിന്നെ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ തൂക്കിയിടുന്ന ഈ ഒരു കാര്യം ശരിക്കും വളരെ വില കൂടിയതായിരിക്കണം എന്ന് നിർബന്ധമല്ല. പല ആൾക്കാരും അങ്ങനെയും നോക്കാറുണ്ട്. പക്ഷെ കടയിൽ ചെന്നിട്ട് എൻ്റെ ഭിത്തിയുടെ പെയിന്റിങ്ങിനനുസരിച്ച് ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു കാര്യം തന്നെ തൂക്കിയിടണം എന്നൊക്കെ, അവിടെ ശരിക്കും നമ്മൾ വില നോക്കുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ആ സാധനം കാണുമ്പോൾ എപ്പോഴും നമുക്ക് ആ വിലയായിരിക്കും ഓർമ്മ വരുന്നത്. നമ്മുടെ ആ സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു പർപ്പസ് അവിടെ നടക്കില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള, ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു പേപ്പറിനകത്ത് എന്തെങ്കിലും എഴുതിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കോട്ട്, അതാണ് സീക്ക് യുവർ വേർഡ്സ് എന്ന് പറയുന്നത്.